ഹായ്, ഐ എം പ്രീത ഫ്രം കാതിരോല. നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ കുട്ടനല്ലൂരാണ്. ഇന്ന് കുറച്ച് സിൽക്കിലും അതുപോലെ തന്നെ പ്യോർ കോട്ടണിലുള്ള കുറച്ച് ഡ്രസ്സുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുനോക്കാം. കോട്ടണിൽ വരുന്ന 3 പീസ് കുർത്തിയാണിത്. പ്രീമിയം കോട്ടൺ ആണ്, നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ്. അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിലാണ് ഇതിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വരുന്നത്. പ്യുവർ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി, പിന്നെ സ്റ്റോൺ വർക്ക്, ലേസ് വർക്ക്, ഗോട്ടാപ്പത്തി വർക്ക്, ഇതെല്ലാമാണ് ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 പീസായിട്ടാണ് ഇത് വരുന്നത്. അനാർക്കലി മോഡലാണ്, ധാരാളം ഫ്ലയർ ഉണ്ട്. അതുമാതിരി കുർത്തിയുടെ അറ്റത്തെത്തുമ്പോൾ ഇതുപോലെ തന്നെ ലേസ്, കോട്ടൻ്റെ ക്രോഷ്യോ ലേസും വരുന്നുണ്ട്, കോട്ടാപ്പത്തിയുടെ ലേസും വരുന്നുണ്ട്. അങ്ങനെ പല ലെയറായിട്ടാണ് ലേസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മിഡിൽ പോർഷൻ, കുർത്തിയുടെ മിഡിൽ പോർഷൻ കുറച്ച് കയറി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. 2 സൈഡിലും കുറച്ചുകൂടി താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു പാറ്റേണിലാണ് ഈ കുർത്തി വന്നിട്ടുള്ളത്. അതുപോലെ ഫുൾ ലൈനിങ് ഇതിൻ്റെ മൾബൽ കോട്ടണിൽ ഫുള്ളായിട്ട് ലൈനിങ് വന്നിട്ടുണ്ട്. നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടനാണ്. ഇതിൻ്റെ ദുപ്പട്ട ഓർഗൻസയിൽ വരുന്നതാണ്. ഫുള്ളായിട്ട് ചെറിയ സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4 എൻഡിലും ടെസൽസും വന്നിട്ടുണ്ട്. കോട്ടൻ്റെയാണ്, പ്യുവർ കോട്ടണിൽ വരുന്ന പാൻറ്റാണ് ഇതിന് പെയർ ചെയ്തിട്ടുള്ളത്. 38 ഇഞ്ച് ലെങ്ത് വരുന്നതാണ്. 1 സൈഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൻറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എ-ലൈൻ ഡിസൈനിൽ വരുന്ന 3 പീസ് കുർത്തിയാണ്. പ്യുവർ കോട്ടൺ ആണ്. ഇത് അങ്കരക്ക മോഡൽ, എ-ലൈനിൽ വരുന്ന അങ്കരക്ക പോലെയാണുള്ളത്. ഇങ്ങനെ ഫുള്ള് ഉടനീളമായിട്ട് ഇതിൻ്റെ ലേസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയലിൽ പൊതിഞ്ഞിട്ടുള്ള ഷോ ബട്ടൺസും കാണാം. ഇവിടെ സിൽവർ കളറിലുള്ള ലൈനാണ് പോയിട്ടുള്ളത്. സ്റ്റിച്ചായിട്ട് ഇങ്ങനെ നിറയെ 2-3 ലൈനിലായിട്ട് ഇങ്ങനെ ഉടനീളം സിൽവർ കളറുള്ള വർക്കാണ് പോയിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ് എല്ലിൽ 3/4 സ്ലീവാണ്. അതിൻ്റെ അറ്റത്തും ഇതുപോലെ തന്നെ സിൽവർ കളറുള്ള റണ്ണിങ് സ്റ്റിച്ച് കാണാം. കുർത്തി ഇങ്ങനെയാണ് വരുന്നത്. 1 സൈഡ് പോക്കറ്റാണ്, സൈഡിൽ സ്ലിറ്റ് ഉള്ള ടൈപ്പാണ്. അതുപോലെ തന്നെ 1 സൈഡ് പോക്കറ്റും ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഭാഗത്തും 2 തരം ഡിസൈനാണ്. ഇവിടെ വളരെ കൊച്ചായിട്ടുള്ള ചെറിയ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള കുറച്ച് വലിയ ഡിസൈനിലും വന്നിരിക്കുന്നു. ഇതിൻ്റെ ദുപ്പട്ടയാണ് വളരെ സുന്ദരമായിട്ട് പറയാനുള്ളത്. വളരെ കൊച്ച് ഡിസൈനിൽ വരുന്ന നല്ല സുന്ദരമായിട്ടുള്ള ഡിസൈനാണ് ഈ ദുപ്പട്ട. ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഡിസൈൻ വരും. നല്ല ഭംഗിയുള്ളതാണ്. പാൻറ്റും ഇതിനോടുകൂടി വളരെ യോജിക്കുന്ന ഒരു ഡിസൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പാൻറ്റിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നു. 38 ഇഞ്ച് ലെങ്ത്ത് വരും. 1 സൈഡ് എലാസ്റ്റിക് ആയിട്ടുള്ള ഇങ്ങനെ ടൈ ചെയ്യാൻ സൗകര്യമുള്ള ഒരു പ്രത്യേക ഭംഗി ഇതിന് പറയാൻ പറ്റും. കണ്ടില്ലേ, നല്ലൊരു ഡിസൈനാണ് ഇതിന് വന്നിട്ടുള്ളത്. ഒരു എന്താ പറയുക, വയലറ്റ്, ലാവണ്ടർ ഷെയ്ഡ്, പീച്ച് കളറൊക്കെ ഉണ്ട് ഈ ഒരു ഡിസൈനിൽ. അപ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ടൊന്ന് കുർത്തിയും പാൻറ്റും ദുപ്പട്ടയൊക്കെ കണ്ടു നോക്കാം. നല്ല യെല്ലോ കളറിൽ വരുന്ന സിൽക്ക് മെറ്റീരിയലാണിത്. ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഡീപ്പ് യു പോലെ ആയിട്ട് നിറയെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. അതുമാതിരി ഷോ ബട്ടൺ ഉണ്ട്. റൗണ്ട് നെക്ക് ആണെങ്കിലും ഇവിടെ ചെറുതായിട്ട് ഒരു ചെറിയ ഒരു ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ളായിട്ടും നല്ല ഭംഗിയായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന കലങ്കാരിയുടെ ദുപ്പട്ടയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. സ്ലീവ് 3/4 തന്നെയാണ്. അതിൻ്റെ അറ്റത്തും സീക്വൻസ് വർക്ക്, എംബ്രോയിഡറി വർക്കൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പാൻറ്റ് പ്ലെയിൻ ആണ്. സെയിം മെറ്റീരിയൽ സിൽക്കിൽ തന്നെ വരുന്ന പാൻറ്റ് പീസ് 38 ഇഞ്ച് ലെങ്ത്തിൽ വരുന്നതാണ്.
പിങ്ക് അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സും അതുപോലെ ഡിസൈനും വന്നിട്ടുള്ളത്. ഈ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ലേസായിട്ട് കൊടുത്തിട്ടുള്ളത് ഗോട്ടാപ്പത്തി പോലുള്ള ഡിസൈനിൽ ചെറുതായിട്ടൊരു ഗോൾഡ് കളറിലെ ജെരി വർക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ വേറെ വർക്കല്ല, ഇതിൻ്റെ ഡിസൈനാണ്. പക്ഷെ ഒരു വർക്ക് പോലെ തോന്നുന്ന, ഒരു ലേസ് പോലെ തോന്നുന്ന ഒരു പ്രിൻ്റാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. സൈഡ് സ്ലിറ്റ് ഉള്ളതാണ്. രണ്ട് ഭാഗത്തും ഇതുപോലെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും. അത് വേറെ തന്നെ നമുക്ക് തിരിച്ചറിയാം. അതിന് സൈഡിലൊക്കെ ഇങ്ങനെ ലേസ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് ഉള്ളതാണ്. ലൈനിങ് ഇല്ല, കട്ടിയുള്ള തുണിയാണ്, അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ബാക്ക് പോർഷൻ ആണെങ്കിൽ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. 3/4 സ്ലീവാണ്, 3/4 സ്ലീവാണ്. എൻ്റെ അറ്റത്തും അതുപോലെ തന്നെ ലേസ് വന്നിട്ടുണ്ട്. പിന്നെ അഫ്ഗാനി പാൻറ്റാണ് ഇതിന് പെയർ ചെയ്തിട്ടുള്ളത്. ചെറിയ പ്ലീറ്റ് പോലെ ഇവിടെ നിന്ന് തൊട്ടതിന് തന്നെ ചെറിയ പ്ലീറ്റ് പോലെ ഉടനീളം വന്നിട്ടുണ്ട്. താഴെ വരുമ്പോൾ ഇങ്ങനെ ഇലാസ്റ്റിക് അല്ല, പക്ഷെ ഒരു ശരിയായിട്ടുള്ള ആ ഒരു അഫ്ഗാനി മോഡലിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ടോപ്പ് കുറച്ച് ഒതുങ്ങിയുടെ അരഭാഗത്തൊക്കെ നല്ല ഒതുങ്ങിയായിട്ട് നിൽക്കും. പിന്നെ ഇതാണ് കുറച്ചിങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് പാൻറ്റാണ് ഇതിൻ്റെ സ്റ്റൈലിഷായിട്ട് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ നമുക്ക് പറയാനുള്ളത്. നല്ല ഭംഗിയുള്ള പാൻറ്റാണ്. നല്ല ഡിസൈനും ഒരു റയർ ഡിസൈനാണ്. കോട്ടണിൽ വരുന്ന 3 പീസ് കുർത്തിയാണ്. ഒരു പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് കളർ ഷെയ്ഡാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇവിടെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് പിൻടെക്ക് പോലെ കുറേ പ്ലേറ്റ്, ചെറിയ പ്ലേറ്റ് ആണ് ഈ രണ്ട് പോർഷനിലും വന്നിട്ടുള്ളത്. അതിൽ ഉടനീളായിട്ട് വളരെ ചെറിയ സീക്വൻസ് വർക്കും കാണാം. അതുപോലെ സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്, സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടസൽസിൻ്റെ പ്രത്യേകത വളരെ പ്രീമിയം ടൈപ്പ് ഡ്രസ്സിൽ കാണുന്ന മാതിരിയുള്ള ടസൽസാണ്. അത് വളരെ ക്ലോസ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ശരിയായിട്ടുള്ള ആ ടസൽസിൻ്റെ ഭംഗി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. 3/4 സ്ലീവാണ്. അതിൻ്റെ അറ്റത്തും ചെറിയ ലൈറ്റ് ലേസ് വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷൻ, സൈഡ് പോർഷൻ ഇങ്ങനെ നമുക്ക് വലിച്ചു കിട്ടാവുന്ന സൗകര്യമുള്ളതാണ്. അതിൻ്റെ സൈഡിലും ഈ കുർത്തിയുടെ സൈഡിലായിട്ടും അതുപോലെ തന്നെ ചെസ്റ്റിലും പിൻടെക്ക് വർക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും ഫുള്ളായിട്ട് വളരെ ചെറിയ പിൻടെക്ക് വർക്കാണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത്. പ്രീമിയം കോട്ടനാണ്. സൈഡിൽ ഇതുപോലെ സ്ലിറ്റ് വന്നിട്ടുണ്ട്. ഒരു നൈറ കട്ട് പോലെയാണ് ഈ ഒരു ഭാഗമൊക്കെ വന്നിട്ടുള്ളത്. ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം കട്ടിയുള്ള ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. സെൻറ്റർ പോർഷനിൽ വേറൊരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് ഡിസൈൻ. പിന്നെ ബാക്കിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ കാണാൻ പറ്റും. ഇവിടെ ചെറിയ ഡിസൈനായിട്ട് ചെറിയ പ്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പാൻറ് ഇങ്ങനെയാണ് വരുന്നത്. പലാസോ അല്ല, പക്ഷെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാൻറ്റാണ്. എൻഡിൽ വരുമ്പോൾ ഇങ്ങനെ വരും. മിഡിലിൽ കണ്ടിട്ട് കുറച്ച് ലേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയും ലേസിൻ്റെ ഒരു പോർഷൻ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നെറ്റഡ് ആയിട്ടുള്ള ലേസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സുന്ദരമായിട്ടുള്ള പാൻറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ പ്രീമിയം ആയിട്ടുള്ള കോട്ടണിൽ പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ദുപ്പട്ട ഇങ്ങനെ പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ദുപ്പട്ടയുടെ ഡിസൈൻ ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ദുപ്പട്ടയുടെ വന്നിട്ടുള്ളത്. ആവശ്യത്തിന് നല്ല നീളവും വീതിയും ഒക്കെയുള്ള നല്ല സുന്ദരമായിട്ടുള്ള ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. ക്ലോസ് ആയിട്ട് നമുക്ക് ഈ കുർത്തി ഒന്ന് കണ്ടു നോക്കാം. സൈഡ് സ്ലിറ്റുള്ള ടൈപ്പ് കുർത്തിയാണ്. ഫുൾ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ നെക്കിലും അതുപോലെ തന്നെ ഇങ്ങോട്ട് ചെസ്റ്റിൻ്റെ ഇതുവരയ്ക്കും നല്ല ഡിസൈനായിട്ടുള്ള എംബ്രോയിഡറിയാണ് വന്നിട്ടുള്ളത്. ഒരു യെല്ലോ ആൻഡ് ക്രീം ഷെയ്ഡിൽ വരുന്ന എംബ്രോയിഡറിയാണ്. സ്ലീവ് 3/4 ആണ്. അതിൻ്റെ അറ്റത്ത് ഇതുപോലെ കലക്കാരിയുടെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. കുറച്ച് റയറായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് സ്ലീവിൽ വന്നിട്ടുള്ളത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കുർത്തിയിൽ വന്നിട്ടുള്ളത്.
സൈഡ് സ്ലീറ്റ് ഉള്ളതാണ്. ലൈനിങ്ങിൻ്റെ കട്ടിയുള്ള തുണിയാണ്. അതുപോലെ തന്നെ കുർത്തിയുടെ ലാസ്റ്റ് ഭാഗത്തും നല്ല ഭംഗിയുള്ള ഒരു സിൽക്ക് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് നമുക്ക് തോന്നുന്നത്. കോട്ടണിൽ വരുന്നതാണ്. അതുപോലെ ദുപ്പട്ട സുന്ദരമായിട്ടുള്ള ദുപ്പട്ടയാണ്. 3 ഭാഗത്തും നിറയെ ടസൽസ് ഉണ്ട്. ഇടയ്ക്കായിട്ട് നിറയെ ടസൽസ് വരുന്ന, അതുപോലെ നല്ല പ്രിന്റ് വരുന്ന സുന്ദരമായിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് പെയർ ചെയ്തുള്ളത്. നല്ല ഒരു കോഫി ബ്രൗൺ തന്നെ പറയാം. അത്രയ്ക്ക് ഡാർക്കല്ല, ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയുടെ ഡിസൈനിങ് ഇങ്ങനെയാണ് വരുന്നത്. ക്ലോസ് ആയിട്ട് കണ്ടുനോക്കാം. പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റും ഇതുപോലെ തന്നെ ഡിസൈൻ കാണാം. ഇതുപോലെ തന്നെ ഡിസൈൻ കാണാം. നമുക്ക് ക്ലോസ് ആയിട്ട് ഒന്ന് കണ്ടുനോക്കാം. ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടവ സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയും വേഗം അയച്ചു തരാം. പീസസൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ ഓർഡറുകൾ തരാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ.